Hi, welcome to all. Today in this video we are going to learn about types of FDI, factors influencing FDI, cost and benefits of FDI, recent trends in FDI. Types of FDI by target, by motive, by entry modes. By target, first horizontal, second vertical, third conglomerate. By motive, first resource seeking, second market seeking, third efficiency seeking, fourth strategic asset seeking. By entry modes, first greenfield investments, mergers and acquisitions, third brownfield investment. Types of FDI. FDI by target. First, horizontal FDI. When firm invests in a foreign country in similar production activity as carried out in home country. ഹൊറിസോണ്ടൽ എഫ് ഡി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അവർ ഡൊമസ്റ്റിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന അതേ ഫീൽഡിലുള്ള മറ്റൊരു രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഹൊറിസോണ്ടൽ എഫ് ഡി എന്ന് പറയുക. അത് ഹോം കൺട്രിയിൽ ഓഫർ ചെയ്യുന്ന സെയിം പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫോറിൻ കൺട്രിയിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഹൊറിസോണ്ടൽ എഫ് ഡി എന്ന് പറയുക. അത് സെയിം ടൈപ്പ് ബിസിനസ് ആയിരിക്കും, സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും അവർ ഓഫർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ US ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് വെയർ ഫേമാണ് നൈക്കി. അത് ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള പ്യൂമയെ പർച്ചേസ് ചെയ്യുന്നു. സെയിം ഫീൽഡിലാണല്ലോ സ്പോർട്സ് വെയർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നൈക്കി പ്യൂമയെ പർച്ചേസ് ചെയ്യുന്നത് സെയിം ഫീൽഡിലല്ലേ, അതാണ് ഹൊറിസോണ്ടൽ എഫ് ഡി ഐ. സെക്കൻഡ് വൺ വെർട്ടിക്കൽ എഫ് ഡി ഐ. വെർട്ടിക്കൽ എഫ് ഡി ഐ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന ഒരു സപ്ലൈ ചെയിൻ്റെ ഉള്ളിലായിരിക്കും. ബട്ട് സെയിം ഇൻഡസ്ട്രിയിൽ ഡയറക്റ്റായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഒരു സപ്ലൈ ചെയിൻ്റെ ഉള്ളിലായിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പല രാജ്യങ്ങളിലും ഒരേ പ്രൊഡക്റ്റിൻ്റെ പല പാർട്സ് നമുക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു സപ്ലൈ ചെയിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബട്ട് സെയിം ഇൻഡസ്ട്രിയിലല്ല. ടൈപ്സ് ഓഫ് വെർട്ടിക്കൽ എഫ് ഡി ഐ. വെർട്ടിക്കൽ എഫ് ഡി ഐ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബാക്ക്വേർഡ് വെർട്ടിക്കൽ എഫ് ഡി ഐ എന്നും സെക്കൻഡ് ഫോർവേഡ് വെർട്ടിക്കൽ എഫ് ഡി ഐ എന്നും. ബാക്ക്വേർഡ് വെർട്ടിക്കൽ എഫ് ഡി ഐ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന യൂണിറ്റ്സിനെ അക്വയർ ചെയ്യുമ്പോഴോ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് വെർട്ടിക്കൽ എഫ് ഡി ഐനെ ബാക്ക്വേർഡ് വെർട്ടിക്കൽ എഫ് ഡി ഐ എന്ന് വിളിക്കുക. സെക്കൻഡ് ഫോർവേഡ് വെർട്ടിക്കൽ എഫ് ഡി ഐ. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫേം എപ്പോഴാണോ അതിൻ്റെ ഔട്ട്പുട്ട് സെല്ലിംഗ് യൂണിറ്റ്സിനെ ഫോറിൻ കൺട്രിയിൽ നിന്നും അക്വയർ ചെയ്യുക. ഔട്ട്പുട്ട് സെല്ലിംഗ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഫോറിൻ കൺട്രിയിൽ നിന്നും അക്വയർ ചെയ്യുകയോ എസ്റ്റാബ്ലിഷ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് അതിനെ ഫോർവേഡ് വെർട്ടിക്കൽ എഫ് ഡി ഐ എന്ന് പറയാം. അഥവാ നമ്മളൊരു മാനുഫാക്ചറർ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ വാങ്ങുന്നതിനാണ്, അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൻ്റെ എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂഷനെ വാങ്ങുന്നതിനാണ് ഒരു ഇൻഡസ്ട്രി, അതായത് ഒരു ഫേം ഫോറിൻ കൺട്രിയിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അക്വയർ ചെയ്യുന്നതിനാണ് ഫോർവേഡ് വെർട്ടിക്കൽ എഫ് ഡി ഐ എന്ന് പറയാം. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ടാർജറ്റിലെ തേർഡ് വണ്ണാണ് കൺഗ്ലോമറേറ്റ് എഫ് ഡി ഐ. കൺഗ്ലോമറേറ്റ് എഫ് ഡി ഐ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഹോം കൺട്രിയിൽ ഓഫർ ചെയ്യുന്നില്ലാത്ത പ്രൊഡക്റ്റിൽ സർവീസിലോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫോറിൻ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അത് ഹോം കൺട്രിയിൽ നമ്മൾ ഓഫർ ചെയ്യുന്നില്ലാത്ത പ്രൊഡക്റ്റ് ആയിരിക്കും, അതാണ് ഫോറിൻ കൺട്രിയിൽ അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോമൊബൈലായിട്ടുള്ള ഫേം അത് സെയിം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലല്ലാതെ വേറൊരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് കൺഗ്ലോമറേറ്റ്. കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരിക്കും, അൺറിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുക. ഹോം കൺട്രിയിൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിൽ അവർ ഓഫർ ചെയ്യുന്നുണ്ടാവില്ല, അതേക്കാരം ഫോറിൻ കൺട്രിയിൽ പോയിട്ട് അതിലേക്കാരം അവർ ഇൻവെസ്റ്റ് ചെയ്യുക. കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് അൺറിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ സെയിം ഇൻഡസ്ട്രി ആയിരിക്കും. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു സപ്ലൈ ചെയിൻ്റെ ഉള്ളിലായിരിക്കും, പക്ഷേ സെയിം ഇൻഡസ്ട്രി അല്ല. കൺഗ്ലോമറേറ്റ് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ഇൻഡസ്ട്രിയാണ്. ദെൻ എഫ് ഡി ഐ ബൈ മോട്ടീവിൽ ഫസ്റ്റ് റിസോഴ്സ് സീക്കിംഗ് എഫ് ഡി ഐ. റിസോഴ്സ് സീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹോം കൺട്രിയിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നതിനേക്കാളും ലോവർ കോസ്റ്റിൽ റിസോഴ്സസ് എവിടെ നിന്ന് കിട്ടുന്നുണ്ടോ അവിടേക്ക് മൂവ് ചെയ്യുന്നതാണ് റിസോഴ്സ് സീക്കിംഗ് എഫ് ഡി ഐ.
മാർക്കറ്റ് സീക്കിങ് അതുപോലെ തന്നെ സെക്യൂർ ആയിട്ടുള്ള മാർക്കറ്റ് ഷെയറും സെയിൽസ് ഗ്രോത്ത് ഒക്കെ എവിടെയാണോ എന്നുള്ളത് അവിടേക്ക് ഹോസ്റ്റ് കൺട്രി മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ മാർക്കറ്റ് സീക്കിങ് എന്ന് പറയുന്നത്. എഫിഷ്യൻസി സീക്കിങ് FDI എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് എഫിഷ്യൻറ്റ് സ്ട്രക്ചർ ത്രൂ യൂസ്ഫുൾ ഫാക്ടേഴ്സ് കൾച്ചർ പോളിസി ഓർ മാർക്കറ്റ്. FDI that comes to the country seeking to benefit from factors that enable to കംപ്ലീറ്റ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. അഥവാ എന്ന് വെച്ചാൽ FDI എവിടെയാണോ നല്ല പോളിസീസും കൾച്ചേഴ്സും യൂസ്ഫുൾ ഫാക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ടോ അവിടേക്ക് മൂവ് ചെയ്യുന്നതിനാണ് എഫിഷ്യൻസി സീക്കിങ് FDI എന്ന് പറഞ്ഞത്. സ്ട്രാറ്റജിക് അസറ്റ് സീക്കിങ് FDI എന്ന് പറഞ്ഞാൽ ഫോറിൻ ഫേമിൽ എവിടെയാണോ അസറ്റ് അക്വയർ ചെയ്യാൻ പറ്റുന്നത് അവിടേക്ക് നമ്മൾ അതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കുന്നതിനാണ് സ്ട്രാറ്റജിക് അസറ്റ് സീക്കിങ് FDI എന്ന് പറയുന്നത്. ദെൻ FDI ബൈ എൻട്രി മോഡ്സ്. എൻട്രി മോഡ്സിൽ ഫസ്റ്റ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്ത് പോയിട്ട് നമ്മൾ ന്യൂ എൻ്റർപ്രൈസ് തുടങ്ങുകയാണെങ്കിൽ അതിനെയാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. ദിസ് ക്യാൻ ടേക്ക് ദ ഫോം ഓഫ് എ ബ്രാഞ്ച് ഓഫീസ് ഓർ എ ഫോറിൻ കൊളാബറേഷൻ. അതിന് പറയുന്ന ഫോറിൻ കൊളാബറേഷനും ഒരു ബ്രാഞ്ച് ഓഫീസൊക്കെ ഫോം ചെയ്യുന്നതിനാണ് ഗ്ലോബൽ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുക. അതായത് നമ്മൾ മറ്റു രാജ്യത്ത് പോയിട്ടൊരു പുതിയ കമ്പനി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സെക്കൻഡ് മെർജേഴ്സ് ആൻഡ് അക്വസിഷൻ. മെർജേഴ്സ് ആൻഡ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്ത് നിലനിൽക്കുന്ന സ്ഥാപനത്തെ അക്വയർ ചെയ്യുക. ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയെ നമ്മൾ അക്വയർ ചെയ്യുന്നതിനാണ് മെർജർ ആൻഡ് അക്വസിഷൻ എന്ന് പറയുക. മെർജർ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ജോയിൻ ചെയ്യുക, അത് കൂടിച്ചേരുന്നതിനാണ് മെർജർ. അക്വസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനാണ് അക്വസിഷൻ എന്ന് പറയുക. തേർഡ് ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ബ്രൗൺ ഫീൽഡ് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മെർജർ ആൻഡ് അക്വസിഷൻ. ബ്രൗൺ ഫീൽഡിൽ ഗ്രീൻ ഫീൽഡിൻ്റെ കോമ്പിനേഷൻ ഓഫ് ഗ്രീൻ ഫീൽഡിൻ്റെ എഫക്റ്റും ഉണ്ടാവും, മെർജേഴ്സ് ആൻഡ് അക്വസിഷൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അതും കൂടി രണ്ടും കൂടി കമ്പൈൻ ചെയ്തതാണ് ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ അതിൽ ഒന്നും കൂടി വരുന്നുണ്ട് FDI ബൈ ഡയറക്ഷൻ. അതിൽ ഫസ്റ്റ് വൺ ഇൻവേർഡ് FDI, സെക്കൻഡ് ഔട്ട്വേർഡ് FDI. ഇൻവേർഡ് FDI എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ ഫേം ഫെസിലിറ്റി വിത്തിൻ ദ ഡൊമസ്റ്റിക് കൺട്രിയിൽ ഫോറിൻ ഫേം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഇൻവേർഡ് FDI. സെക്കൻഡ് ഔട്ട്വേർഡ് FDI എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് കൺട്രിയിൽ ലൊക്കേറ്റ് ചെയ്യുന്നതിന് ഫോറിൻ ഓണേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ കൺട്രി അക്വയർ ചെയ്യുന്നതിനാണ് ഔട്ട്വേർഡ് FDI. അതായത് ഇറ്റ് ഈസ് എൻ FDI ഡൊമസ്റ്റിക് ഫേം എക്സ്പാൻഡ് ചെയ്യാണ് ഓപ്പറേഷൻസൊക്കെ ഫോറിൻ കൺട്രിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നതിനാണ് ഔട്ട്വേർഡ് FDI എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് FDI. അതിൽ എ സപ്ലൈ ഫാക്ടേഴ്സ്, ബി ഡിമാൻഡ് ഫാക്ടേഴ്സ്, സി പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ സപ്ലൈ ഫാക്ടേഴ്സ്. ഫേം ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ഫോറിൻ കൺട്രീസ് ഡ്യൂ ടു ലോവർ കോസ്റ്റ് ഓഫ് ബിസിനസ് ഇൻ ഫോറിൻ കൺട്രി. അഥവാ ഫേം ഫോറിൻ കൺട്രീസിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഫോറിൻ കൺട്രീസിലെ ബിസിനസ്സിന് ലോവർ കോസ്റ്റ് ആയത് മൂലം ഫേം ഫോറിൻ കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് സപ്ലൈ ഫാക്ടേഴ്സ്. അതിൽ വരുന്ന പോയിൻറ്റ്സ് പ്രൊഡക്ഷൻ കോസ്റ്റ്, ലോജിസ്റ്റിക്, അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി ഹ്യൂമൻ റിസോഴ്സ് അറ്റ് ലോ കോസ്റ്റ്. ഫസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യാണ് ഫോറിൻ കൺട്രി. എന്താണെന്ന് വെച്ചാൽ അവിടെ ലേബർ കോസ്റ്റ് കുറവായിരിക്കും, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും, ലാൻഡ് പ്രൈസസ്, റിയൽ എസ്റ്റേറ്റ് റെൻറ്റ്, ടാക്സ് റേറ്റ് ഒക്കെ കുറവായതുകൊണ്ട് കമ്പനീസ് ഫോറിൻ കൺട്രിയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ ഓൾറെഡി പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായത് മൂലം ഫോറിൻ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്. സെക്കൻഡ് ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് കൺട്രിയിൽ നിന്നും ഒരു ഫോറിൻ മാർക്കറ്റിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വളരെ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ഫോറിൻ മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ ലോങ് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഫേം അണ്ടർടേക്ക് FDIനെ അണ്ടർടേക്ക് ചെയ്യുന്നതിനാണ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സ്, അത് കമ്പനി അവിടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഇൻപുട്ട് എവിടെയാണോ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് അവിടെ പോയിട്ടാണ് കമ്പനീസ് അവരുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത്. കമ്പനി ലൊക്കേറ്റ് ദെയർ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ക്ലോസ് ടു ദ സോഴ്സ് ഓഫ് ക്രിട്ടിക്കൽ ഇൻപുട്ട് എവിടെയാണോ അതിൻ്റെ സോഴ്സ് എവിടെയാണോ കിട്ടുന്നത് അവിടെ ക്ലോസ് ആയിട്ടുള്ളിടത്താണ് കമ്പനി ലൊക്കേറ്റ് ചെയ്യുന്നത്. തേർഡ്
അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി ഹ്യൂമൻ റിസോഴ്സ് അറ്റ് ലോ കോസ്റ്റ്. ഹൈ ക്വാളിറ്റി ഹ്യൂമൻ റിസോഴ്സാണ് ഈ പ്രൊഡക്റ്റ് സർവീസൊക്കെ ഹൈ വാല്യൂ ആണ് അഡീഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സിനെ ലോ കോസ്റ്റിൽ അവൈലബിൾ ആണ്. പ്രൊഡക്ടിവിറ്റി മോണിറ്ററി ടേംസിലൊക്കെ ഹയർ ആയതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി നമ്മൾ FDIനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ഹ്യൂമൻ റിസോഴ്സ് ലോ കോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ FDI അട്രാക്റ്റ് ചെയ്യുന്നു. ദെൻ ആക്സസ് ടു കീ ടെക്നോളജി. അവർ എക്സിസ്റ്റിംഗ് കീ ടെക്നോളജിയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റാദർ ദാൻ ഡെവലപ്പിംഗ് ന്യൂ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാളും അവർ ആക്സസ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് കീ ടെക്നോളജിയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും FDIനെ അട്രാക്റ്റ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് ഡിമാൻഡ് ഫാക്ടേഴ്സ്. ഡിമാൻഡ് ഫാക്ടേഴ്സിൽ ഫസ്റ്റ് വൺ കസ്റ്റമർ ആക്സസ്, മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്, കസ്റ്റമർ മൊബിലിറ്റി. ഡിമാൻഡ് ഫാക്ടേഴ്സിൽ പറഞ്ഞാൽ ഫേം ഇൻവെസ്റ്റ് ചെയ്യാണ് ഫോറിൻ കൺട്രീസിൽ ടോട്ടൽ ഡിമാൻഡ് ഫോർ ദർ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കസ്റ്റമർ ആക്സസ് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് ചില ബിസിനസ് ഫേംസൊക്കെ ഫാസ്റ്റ് ഫുഡ്, സർവീസ് ഓറിയൻറ്റഡ്, റീറ്റെയിൽ ഔട്ട്ലെറ്റൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അത് കസ്റ്റമേഴ്സിന് ക്ലോസ് ആയിട്ടുള്ള ഓപ്പറേഷൻസാണ് അവർ ലൊക്കേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ്. കമ്പനീസൊക്കെ മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അവർ ഹോസ്റ്റ് കൺട്രിയിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് അവർ ലോ മാർക്കറ്റിംഗ് കോസ്റ്റിൽ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് കിട്ടുന്ന രീതിയിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ചെയ്തുകൊണ്ട് എല്ലാവരും FDIനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ അവരുടെ ട്രേഡ് മാർക്ക്, ബ്രാൻഡ് നെയിം, ടെക്നോളജി ഇതൊക്കെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കമ്പനീസ് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് തന്നെ FDIനെ അവർ അണ്ടർടേക്ക് ചെയ്യുന്നു. കസ്റ്റമർ മൊബിലിറ്റി, അതായത് ഒരു കമ്പനി ഒന്നോലധികമോ കസ്റ്റമേഴ്സ് ഉള്ള കമ്പനികളൊക്കെ FDI സ്ട്രാറ്റജി അവരുടെ കസ്റ്റമേഴ്സിൻ്റെ കൂടെ തന്നെ FDI സ്ട്രാറ്റജി അവർ സെലക്ട് ചെയ്യുന്നു. അതാണ് കസ്റ്റമർ മൊബിലിറ്റി. ഇനി തേർഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് അവോയ്ഡൻസ് ഓഫ് ട്രേഡ് ബാരിയേഴ്സ്, സെക്കൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻസെൻറ്റീവ്സ്. അതിൽ അവോയ്ഡൻസ് ഓഫ് ട്രേഡ് ബാരിയേഴ്സിൽ പറയുന്നത് കമ്പനീസ് എസ്റ്റാബ്ലിഷ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഇൻ ഫോറിൻ മാർക്കറ്റ്. കമ്പനി ഫോറിൻ മാർക്കറ്റിലൊക്കെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കാരണം അവിടെ ട്രേഡ് ബാരിയേഴ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ എക്സ്പോർട്ട് ടാരിഫ്, കോട്ടാസ് എക്സെട്ര എന്ന് പറയുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ മാർക്കറ്റിൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് FDIനെ എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ടാക്സ് റേറ്റൊക്കെ കുറവായതുകൊണ്ടാണ്. സെക്കൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻസെൻറ്റീവ്. ഗവൺമെൻറ് അറ്റ് ഡിഫറൻറ്റ് ലെവൽസ്, ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവൽസ് ഓഫർ ഇൻസെൻറ്റീവ് ടു അട്രാക്റ്റ് ഡൊമസ്റ്റിക് ആസ് വെൽ ആസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഗവൺമെൻറ് ഡിഫറൻറ്റ് ലെവലിലെ സ്റ്റേറ്റിലുള്ള, നാഷണൽ, ലോക്കലിലുള്ള ഗവൺമെൻറ് ഇൻസെൻറ്റീവ് ഓഫർ ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക്കിന് അതേപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസെൻറ്റീവ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ടോപ്പിക്കാണ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് FDI. കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് FDIക്ക് എൻ്റെ കോസ്റ്റും ബെനിഫിറ്റും, ഹോം കൺട്രിക്കും ഹോസ്റ്റ് കൺട്രിക്കും ഉള്ള ബെനിഫിറ്റും കോസ്റ്റും പറയുന്നുണ്ട്. ഹോം കൺട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ഹോം കൺട്രി. ഹോസ്റ്റ് കൺട്രി പറഞ്ഞാൽ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏതിലാണോ അതാണ് ഹോസ്റ്റ് കൺട്രി. അതിൽ ബെനിഫിറ്റ് ഓഫ് FDI ടു ഹോം കൺട്രിക്കുള്ള ഫസ്റ്റ് ബെനിഫിറ്റാണ് പോസിറ്റീവ് എഫക്റ്റ് ഓൺ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡ്യൂ ടു ഇൻവാർഡ് ഫ്ലോ ഓഫ് ഫോറിൻ ഏർണിങ്സ് ആൻഡ് ഡിമാൻഡ് ഓഫ് ഹോം കൺട്രി എക്സ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്. അഥവാ ഇൻവാർഡ് ഫ്ലോ ഫോറിൻ ഏർണിങ്സിൻ്റെ ഫ്ലോവും അതുപോലെ തന്നെ ഹോം കൺട്രിയിലുള്ള ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഇതിൻ്റെ ഡിമാൻഡ് മൂലം ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഒരു പോസിറ്റീവ് എഫക്റ്റാണ്. അതായത് എക്സ്പോർട്ടിൽ കൂടുതൽ ഹോം കൺട്രിയിൽ നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഡിമാൻഡ് മൂലവും ഫോറിൻ ഏർണിങ്സിൻ്റെ ഫ്ലോ ഹൈ ആയതുകൊണ്ടൊക്കെ പോസിറ്റീവ് എഫക്റ്റാണ് BOPയിൽ ഉണ്ടാവുക. സെക്കൻഡ് വൺ എംപ്ലോയ്മെൻറ്റ് എഫക്റ്റ് ഡ്യൂ ടു ഡിമാൻഡ് ഓഫ് ഹോം കൺട്രി പ്രൊഡക്റ്റ്.
ഹോം കൺട്രി പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് മൂലം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട്. തേർഡ്, FDI increases export of machinery, equipment, technology from the home country to host country. അഥവാ ഹോം കൺട്രിയിൽ നിന്നും ഹോസ്റ്റ് കൺട്രിയിലേക്ക് മെഷീനറിയും എക്യുപ്മെൻറ്റും ടെക്നോളജിയൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഹോം കൺട്രിയുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫോർത്ത് വൺ പറയുന്നത് ഫേംസ് ക്യാൻ ലേൺ വാല്യുബിൾ സ്കിൽ ഫ്രം ഫോറിൻ മാർക്കറ്റ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബാക്ക് ടു ഹോം കൺട്രി. ഫോറിൻ മാർക്കറ്റിൽ നിന്ന് വാല്യുബിൾ സ്കിൽസൊക്കെ ലേൺ ചെയ്യുന്ന മൂലം തന്നെ അത് ഹോം കൺട്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോം കൺട്രിക്ക് ബെനിഫിറ്റാണ്, കാരണം കൂടുതൽ സ്കില്ലൊക്കെ ഫോറിൻ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട്. ഇനി കോസ്റ്റ് ഓഫ് FDI ടു ഹോം കൺട്രി. ഹോം കൺട്രിക്കുള്ള കോസ്റ്റ് പറഞ്ഞാൽ ഹോം കൺട്രി എംപ്ലോയ്മെൻറ്റ്, റെഡ്യൂസ്ഡ് ഹോം കൺട്രി എംപ്ലോയ്മെൻറ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ ഫോറിൻ മാർക്കറ്റിലൊക്കെ ലോ കോസ്റ്റ് ലേബർ ആയതുകൊണ്ട് ഹോം കൺട്രി ഇൻഡസ്ട്രിയൊക്കെ അവിടേക്ക് ഫോറിൻ മാർക്കറ്റിനെ ആശ്രയിക്കും. അതുകൊണ്ട് ഹോം കൺട്രിയിലുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കുറയും. നെഗറ്റീവ് എഫക്റ്റ് ആവും. അങ്ങനെ ഫോറിൻ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഔട്ട്ഫ്ലോ ആവുമ്പോൾ അവിടെ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ബാലൻസ് ഓഫ് പേയ്മെൻറ്റിന് ഉണ്ടാവുക. ഇനി ഹോസ്റ്റ് കൺട്രി. ഹോം കൺട്രിക്ക് മാത്രമല്ല ബെനിഫിറ്റ് ഉള്ളത്, ഹോസ്റ്റ് കൺട്രിക്കും ബെനിഫിറ്റ് ഉണ്ട്. അതിൽ ബെനിഫിറ്റ്സ് ഓഫ് FDI ടു ഹോസ്റ്റ് കൺട്രി. റിസോഴ്സ് ട്രാൻസ്ഫർ എഫക്റ്റ്, അത് ക്യാപിറ്റൽ, ടെക്നോളജി. റിസോഴ്സ് ട്രാൻസ്ഫർ എഫക്റ്റ് പറഞ്ഞാൽ ഹോസ്റ്റ് കൺട്രിയിൽ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സൊക്കെ ഫോറിൻ കൺട്രിയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യും. ഫോറിൻ കൺട്രിയിൽ നിന്നും നമ്മൾ ഹോസ്റ്റ് കൺട്രിയിലേക്ക് റിസോഴ്സസ് സ്കേഴ്സ് ചെയ്യും. റിസോഴ്സസ് പറഞ്ഞാൽ ഫോറിൻ ക്യാപിറ്റൽ, ടെക്നോളജി, മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്, മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻസ് എന്നിവയൊക്കെ നമ്മൾ ഹോസ്റ്റ് കൺട്രിയിലേക്ക് ഫോറിൻ കൺട്രിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ സെക്കൻഡ് വൺ എംപ്ലോയ്മെൻറ്റ് എഫക്റ്റ്. എംപ്ലോയ്മെൻറ്റ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ആൻസിലറി ഇൻഡസ്ട്രീസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് FDIയിൽ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നു. തേർഡ്, എഫക്ട്സ് ഓൺ കോമ്പറ്റീഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. അവിടെ പ്രൊഡക്ടിവിറ്റി ഗ്രോത്തും മാർക്കറ്റ് കോമ്പറ്റീഷനും ഒക്കെ FDIയിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഹോസ്റ്റ് കൺട്രിക്ക് അതൊരു കോമ്പറ്റീഷനും എക്കണോമിക് ഗ്രോത്തിനും ഒരു ബെനിഫിറ്റാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എഫക്റ്റ്, അതായത് ഏണിങ് ഇൻകം ഫ്രം എക്സ്പോർട്ട്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ഏൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലും വർധനവ് ഇൻക്രീസസ് ഉണ്ടാവുന്നു. ഇനി കോസ്റ്റ് ഓഫ് FDI ടു ഹോസ്റ്റ് കൺട്രി. ഹോസ്റ്റ് കൺട്രിക്കുള്ള കോസ്റ്റ് ഓഫ് FDI മൂലമുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അൺഹെൽത്തി കോമ്പറ്റീഷൻ ടു ഡൊമസ്റ്റിക് പ്ലെയേഴ്സ്. എന്ന് വെച്ചാൽ ഫോറിൻ MNCസിലൊക്കെ അവിടെ ലാർജ് സൈസായിട്ടുള്ള കോമ്പറ്റീറ്റീവ് എബിലിറ്റി ഉണ്ട്. റിസോഴ്സ് ബേസ് വൈഡ് സ്പ്രെഡ് ഓപ്പറേഷൻസേക്കാരും ഡൊമസ്റ്റിക് കമ്പനീസിനേക്കാളും അല്ലെങ്കിൽ ഹോസ്റ്റ് കൺട്രീസിനേക്കും ഫോറിൻ മാർക്കറ്റിൽ കൂടുതൽ സിവിയർ ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എബിലിറ്റീസൊക്കെ ഉണ്ടാവുന്നു. അതുമൂലം ഡൊമസ്റ്റിക്കിന് ത്രെഡ്സ് സംഭവിക്കുന്നുണ്ട്. അവർ കോമ്പറ്റീഷനിൽ അവർ അൺഹെൽത്തി കോമ്പറ്റീഷനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് അൺഹെൽത്തി കോമ്പറ്റീഷൻ. ത്രെഡ് ടു ലോക്കൽ പ്രൊഡക്റ്റ്, അതുകൊണ്ട് ലോക്കൽ പ്രൊഡക്റ്റിന് ഭീഷണി ആയിരിക്കും. അഡ്വേഴ്സ് കോമ്പറ്റീഷനിൽ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. തേർഡ്, അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ BOPയിൽ ഉണ്ടാകുന്ന അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതിന് ഓട്ടോണോമി ഓഫ് ദ കൺട്രീസ് ഓർഗനൈസേഷനിലൊക്കെ നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാവുന്നത്. ദെൻ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യയിലുള്ള റീസെൻറ്റ് ട്രെൻഡ്സാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഇൻ ഒക്ടോബർ 2019 ഫ്രഞ്ച് ഓയിൽ ആൻഡ് ഗ്യാസ് giant total SA have acquired a 37.4% stake in Adani Gas Limited for 5,662 crore, making it the largest foreign direct investment FDI in India city gas distributor. അഥവാ ഇൻ ഒക്ടോബർ 2019 ഫ്രഞ്ച് ഓയിൽ ആൻഡ് ഗ്യാസ് ഗെയിൻ്റെ അവർ അദാനി ഗ്യാസ് ലിമിറ്റഡിൻ്റെ 37.4% 5,662 crore അവരെ അക്വയർ ചെയ്തിട്ടാണ് ഫ്രഞ്ച് ഓയിൽ ഗ്യാസ് ഗെയിൻ്റെ എന്ന് പറയുന്ന കമ്പനി
അദാനി ഗ്യാസ് ലിമിറ്റഡിനെ അക്വയർ ചെയ്തിരിക്കുകയാണ്. അതൊരു ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടറാണ്. Then second, in August 2019, Reliance Industry announced one of India's biggest FDI deal. Saudi Aramco will buy a 20% stake in Reliance Oil to Chemicals business at an enterprise value of 75 billion. ഓഗസ്റ്റ് 2019 റിലയൻസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് FDI ഡീലായിട്ട് അനൗൺസ് ചെയ്തിരുന്നു. അത് സൗദി അറാംകോ 20% ഷെയർ റിലയൻസ് ഓയിൽ ടു കെമിക്കൽസ് ബിസിനസ്സിൽ നിന്നും അവർ 75 ബില്യണ് അവർ സൗദി അറാംകോ വാങ്ങിയിട്ടുണ്ട്. ദെൻ 2018 ഒക്ടോബറിൽ VMware എന്നൊരു ലീഡിംഗ് സോഫ്റ്റ്വെയർ ഇന്നോവേറ്റിംഗ് എൻ്റർപ്രൈസ് US-ലുള്ള ഒരു ലീഡിംഗ് സോഫ്റ്റ്വെയർ ഇന്നോവേറ്റിംഗ് എൻ്റർപ്രൈസായ VMware 2023 ഇന്ത്യയിൽ നിന്നും 2 ബില്യണ് അവരെ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ ഓഗസ്റ്റ് 2018 ഭാരതി എയർടെൽ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവലോട് കൂടിയിട്ട് തന്നെ അവർ DTH ആമിൻ്റെ ഒരു ഷെയർ 20% അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഇക്വിറ്റി ഫേമിന് വാർബർഗ് പിങ്കസ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് ഇക്വിറ്റി ഫേമിന് 50 മില്യണ് അവർ വിറ്റു. ഭാരതി എയർടെൽ റിസീവ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവലോട് കൂടിയിട്ട് DTH ആമിൻ്റെ ഷെയർ അവർ സെയിലിന് വേണ്ടിയിട്ട് 20% സ്റ്റേക്ക് ഷെയറിന് വേണ്ടിയിട്ട് വാർബർഗ് പിങ്കസിന് വേണ്ടിയിട്ട് അവർ വിറ്റു. 2018 ഐഡിയ എന്ന് പറയുന്ന 100% FDI ഉള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ അത് മെർജ് ചെയ്തു വോഡഫോണുമായിട്ട്. ഇപ്പോൾ വോഡഫോൺ ഐഡിയ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ടെലികോം ഓപ്പറേറ്റർ ഇൻ ഇന്ത്യയിലെ ഒരു ലാർജസ്റ്റ് ടെലികോം ഓപ്പറേറ്ററാണ്. ഇൻ ഫെബ്രുവരി 2018 ഐക്യ അനൗൺസ് ചെയ്തു 4000 crore മൾട്ടി ഫോർമാറ്റ് സ്റ്റോർ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സൊക്കെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ 4000 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ പ്ലാൻ ഇട്ടു. ഇൻ ലാസ്റ്റ് കഠ്മണ്ഡു ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി CG ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർ ഫുഡ് ആൻഡ് ബിവറേജ് ബിസിനസ്സിൽ ഇന്ത്യയിൽ 2020 1000 crore ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്നുണ്ട് CG ഗ്രൂപ്പ്. ഇതാണ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ FDI. ഇന്ത്യയിലുള്ള FDIയിലുള്ള റീസെൻറ്റ് ട്രെൻഡ്സാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ പറഞ്ഞതൊക്കെ അതാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടൈപ്സ് ഓഫ് FDI പറഞ്ഞ് ടൈപ്സ് ഓഫ് FDIയിൽ FDI ബൈ ടാർജറ്റിൽ 3 വരുന്നുണ്ട്. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, കൺഗ്ലോമറേറ്റ്. അതിൽ വെർട്ടിക്കലിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബാക്ക്വേഡ്, ഫോർവേഡ്. FDI ബൈ മോട്ടീവിൽ റിസോഴ്സ് സീക്കിംഗ്, മാർക്കറ്റ് സീക്കിംഗ്, എഫിഷ്യൻസി സീക്കിംഗ്, സ്ട്രാറ്റജിക് അസറ്റ് സീക്കിംഗ്. പിന്നെ FDI ബൈ എൻട്രി മോഡ്സിൽ ഗ്രീൻ ഫീൽഡ്, മെർജേഴ്സ് ആൻഡ് അക്വസിഷൻ, ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ഡയറക്ഷനിൽ ഇൻവാർഡ് FDI, ഔട്ട്വാർഡ് FDI. FDIനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് സപ്ലൈ ഫാക്ടേഴ്സ്, ഡിമാൻഡ് ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. പിന്നെ പറഞ്ഞത് ഹോം കൺട്രിക്കും ഹോസ്റ്റ് കൺട്രിക്കുള്ള ബെനിഫിറ്റും കോസ്റ്റും. ലാസ്റ്റ് വൺ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യയാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.